ഓരോ മഴക്കാലത്തും ഉണ്ടാകുന്ന കടൽക്ഷോഭത്തിന്റെ ദുരന്തം പേറുന്നവരാണ് തൃശൂരിലെ മുനക്കടവ് നിവാസികൾ. 3 വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ ഇവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞറിയിക്കാനാവില്ല. കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കണമെന്ന ആവശ്യം നിരന്തരം ഉന്നയിച്ചിട്ടും നടപടികൾ സ്വീകരിക്കാൻ അധികാരികൾ തയ്യാറാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പൂർത്തിയാക്കിയ കടൽഭിത്തികളെ മറികടന്നാണ് തിരകൾ മുനക്കക്കടവിലേക്ക് ആഞ്ഞടിക്കുന്നത്. നനച്ചിരിക്കാത്ത നേരത്ത് തീരത്തെ ഓരോ വീട്ടിലേക്കും തിരകൾ ഇരച്ചുകയറും. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പലർക്കുമുണ്ടാക്കിയിട്ടുള്ള നഷ്ടങ്ങളുടെ കാഴ്ചകളിൽ ചിലത് മാത്രമാണിത്. മൂന്ന് വശങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഉപദ്വീപ് കൂടിയാണ് ചാവക്കാട്. കടപ്പുറം പഞ്ചായത്തിലെ മുനക്കക്കടവെന്ന ഈ ചെറിയ പ്രദേശം. ഒരു വശത്ത് കടലാണെങ്കിൽ മറുവശങ്ങളിലുള്ളത് അഴിമുഖവും ചേറ്റുവക്കായലും. മഴക്കാലം ശക്തമായാൽ കായൽ കവിഞ്ഞ് വെള്ളമെത്തും. കടലേറ്റം കൂടിയാകുമ്പോൾ ഓരോ വീടുകളിലേക്കും രാത്രിയും പകലുമില്ലാതെ വെള്ളം ഇരച്ചു കയറും. 45 വർഷം മുമ്പാണ് ഈ കടൽഭിത്തി കെട്ടിയത്. അതിൻ്റെ ശേഷം ഇവിടെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞാൻ ഗൾഫിൽ പോയിട്ട് 36 വർഷമായി. 36 വർഷം ഞാൻ അധ്വാനിച്ചതെല്ലാം വീടിന് വേണ്ടിയിട്ട് ചിലവാക്കി. വീടാകെ തകർന്ന് സംഭവമായി. ഇപ്പോൾ ഈ ദുരിതം കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ ഒരു 6 വർഷമായി. ഇപ്പോൾ 6 വർഷം ഞാൻ നാട്ടിൽ നിൽക്കുന്നുണ്ട്. ഈ 6 വർഷം ഈ ദുരിതം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിപ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് അതുപോലെ നിങ്ങൾ ചെയ്തിട്ട് ഭംഗി പോലെ ചെയ്തു തരണമെന്നാണ് അപേക്ഷിക്കുന്നത്. സുനാമി ദുരന്തത്തെ തുടർന്ന് നിരവധി പേർ മരിച്ച മുനക്കക്കടവിൽ 400-ലധികം കുടുംബങ്ങൾ ഇപ്പോഴും താമസിക്കുന്നുണ്ട്. കടൽക്ഷോഭത്തെ തുടർന്ന് മാത്രം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 100-ലേറെ കുടുംബങ്ങൾക്കാണ് ഇവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വന്നത്. കടൽഭിത്തി പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുള്ള വാർഡ് തന്നെയാണിത്. പക്ഷെ കടൽഭിത്തി കഴിഞ്ഞെങ്കിലും എല്ലാ ഏരിയയിലും കടൽക്ഷോഭം മൂലം തകർന്നു കിടക്കുന്ന ഭാഗങ്ങളാണ്. തകർന്നു കിടക്കുന്ന ഭാഗങ്ങൾക്ക് അടിയന്തിരമായിട്ട് കെട്ടേണ്ട സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. താൽക്കാലികമായി നമ്മൾ ഇറിഗേഷൻ വഴി ജിയോ ബാഗ് തടയണ നിർമ്മാണം മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് അടിയന്തിരമായിട്ട് ചെയ്യേണ്ടത് നമുക്ക് കടലിൻ്റെ ഓരോ ഏരിയയിൽ പുലിമുട്ട് നിർമ്മാണം നിർബന്ധമായിട്ട് വരുന്നുണ്ട്. പുലിമുട്ട് കടൽ വരുന്നതാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ കടൽക്ഷോഭം വരുന്ന ഒരു ഏരിയയിലാണ്. ഈ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ നിൽക്കുമ്പോഴും വെള്ളത്തിൽ ഒലിച്ചു പോകാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ നിൽക്കുന്നത്. മുനക്കക്കടവിന് സമീപ പ്രദേശങ്ങളായ മഞ്ചങ്ങാടി, എങ്ങണ്ടിയൂർ, പുന്നയൂർ കുളം, ചാവക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലും കടലാക്രമണം രൂക്ഷമാകാറുണ്ട്. മേഖലയിൽ ഏറെക്കുറെ സ്ഥലങ്ങളിലും കടൽഭിത്തി നിർമ്മാണം പൂർത്തീകരിച്ചുവെങ്കിലും കടലേറ്റം കാരണം പലയിടങ്ങളിലും ഇവ തകർന്നു കഴിഞ്ഞു. ഇത്തരം വിടവുകളിലൂടെ ശക്തമായ തിരകൾ ജനവാസ മേഖലകളിലേക്ക് എത്തുമ്പോഴാണ് ഓരോ മഴക്കാലത്തും പ്രദേശവാസികൾ വീണ്ടും ദുരിതത്തിലാകുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.